ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. നമ്മുടെ വാത്സല്യാതന്റെ ഭൗതിക ശരീരം കഴിഞ്ഞ ദിവസം ഈ മോർച്ചറിയിൽ കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുവാനിടയായി തീർന്നു. ചില ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് പകലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടുന്ന് നാം ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ദൈവസ്ഥാനത്തിൽ കൂടെ ഇരുന്ന് തുടർന്നുള്ള ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, സ്നേഹവാനായ കർത്താവേ, നല്ല രാവിലെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവനെ വിളിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അങ്ങയുടെ ഇഷ്ടപ്രകാരം കഴിഞ്ഞ ദിവസം ജീവിക്കാനിടയായി ദൈവത്തിൻ്റെ സമയമായപ്പോൾ താൻ കഴിഞ്ഞ ചില ദിവസങ്ങൾ ഈ മോർച്ചറിയിൽ ഭൗതിക ശരീരം സൂക്ഷിച്ചു. ഇന്ന് പകലിലെ ഭവനത്തിലെ ശുശ്രൂഷകൾക്കും തുടർന്ന് ഒടുവിലായി ഞങ്ങൾക്ക് ചെയ്യേണ്ടതായ സംസ്കാര ശുശ്രൂഷയ്ക്കുമായിട്ട് ഞങ്ങൾ ഭവനത്തിലേക്ക് കടന്നു പോകുന്നു. കർത്താവിൻ്റെ കൃപയും സാന്നിധ്യം ഉണ്ടാകണമേ. ദൈവകൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിച്ചാണ്, അനുഗ്രഹിച്ചാണ്. തിരുനാമം ഞങ്ങൾ മഹത്വമെടുക്കണം. ദൈവ സാന്നിധ്യം കൂടിയിരിക്കണം. മഹത്വം ഉന്നയിക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത. നിനക്കീ വേദന വരുത്തി വെച്ചതാ നീചന്യാനയ്യോ. നിനക്കീ വേദന വരുത്തി വെച്ചതാ നീചന്യാനയ്യോ. മല പോലെ ശാപം ജ്വലിച്ചിറങ്ങിയ നിലത്തിൻ പാതകം മൂലം. മല പോലെ ശാപം ജ്വലിച്ചിറങ്ങിയ നിലത്തിൻ പാതകം മൂലം. അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വിട്ടല്ലോ. അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വിട്ടല്ലോ. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത. നിനക്കീ വേദന വരുത്തി വെച്ചതാ നീചന്യാനയ്യോ.
തങ്കച്ചായൻ കഴിഞ്ഞ 64 വർഷത്തെ ഈ ഭൂമിയിലെ ജീവിതയാത്ര കഴിഞ്ഞ് ദൈവത്തിന്റെ സമയമായപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച 6-ാം തീയതി രാവിലെ താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് ദൈവഭവനത്തിലേക്ക് കരേറി പോകുവാൻ തന്റെ ആത്മാവ് ഇടയാക്കി. കഴിഞ്ഞ ദീർഘനാളുകളിൽ താൻ പാർത്തതായി ഈ ഭവനത്തിൽ തന്റെ ചേതനേറ്റ ശരീരവുമായിട്ട് നമുക്ക് കടന്നു വരുവാൻ ഇടയായി. ദൈവമക്കൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ അപ്പോൾ തന്നെ ഭക്തി നിർഭരമായ ശുശ്രൂഷകൾ ഇന്ന് പകലിൽ ഭവനത്തിൽ നടത്തപ്പെടുവാനിടയായി തീരുമാനത്തിലെ ഒരു ഭാഗം ഇപ്പോൾ കർത്താവിന്റെ ദാസൻ മോഹൻ പാസ്റ്റർ വായിക്കുന്നതാണ്. 90-ാം സങ്കീർത്തനം വായിച്ച നിങ്ങളുടെ സങ്കേതമായിരിക്കും. പർവ്വതങ്ങളുണ്ടായ നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായി ശാശ്വതമായി ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ പുല്ലുപോലെ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു പാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിക്കും, നിന്റെ ക്രോധത്താൽ ക്ഷമിച്ചു പോകുന്നു. നീ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആൾക്കാരെ 7 സംവത്സരം ഏറെയായ 80 സംവത്സരം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖം നിന്റെ പ്രവർത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നമുക്ക് ദൈവം പ്രാർത്ഥിക്കാം. പിതാവിന്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും ഇന്ന് പകലിലെ ശുശ്രൂഷകളിലൂടെ കർത്താവ് ആശ്വസിപ്പിക്കുമാറാകട്ടെ. ദൈവദാസന്മാർ, ദൈവമക്കൾ ഇവിടെ ഉരുവിടുന്നതായ വാക്കുകളിലൂടെ, മുഴങ്ങിക്കേൾക്കുന്ന ദൈവവചനത്തിലൂടെ, നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്ന ഗാനശകലങ്ങളിലൂടെയൊക്കെ നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും ദൈവിക പ്രത്യാശയും നിത്യരാജ്യത്തെ കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാടും ഓർമ്മയും നമ്മിൽ ഉളവാകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. നാം ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ 3-ാമത് ഷാരോൺ ഫെലോഷിപ്പ് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന
പാസ്റ്റർ സാന്തോഷി അവർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. സർവാശ്വാസങ്ങളുടെ ഉറവിടമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, സന്തോഷവേളയിലും ദുഃഖവേളയിലും ഒരുപോലെ ഞങ്ങളുടെ പാദപിടുത്തങ്ങൾ കടന്നു വന്ന് അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുവാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാറ്റിനായും സ്തോത്രം ചെയ്യുന്നതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടമെന്നുള്ള വചനപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം അവിടുത്തെ ഇഷ്ടപ്രകാരമാണ്, അവിടുത്തെ ഹിതപ്രകാരമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുവാൻ, അങ്ങേക്ക് നന്ദി പറയുവാൻ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഞങ്ങളുടെ വാത്സല്യ പിതാവ് അവിടുന്ന് കൊടുത്ത ആയുസ് അവസാനിച്ചപ്പോ അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനായിട്ടിടയായി തീർന്നല്ലോ. തന്റെ ഭൗതിക ശരീരത്തോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കൃപയും സാന്നിധ്യവും ദൈവമായ കർത്താവ് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിലുള്ളതായ വേദനകളും ദുഃഖങ്ങളും സ്വർഗത്തിലെ ദൈവം അറിയുന്നല്ലോ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിന്റെ മക്കളെ എന്റെ കർത്താവ് നിറയ്ക്കുമറങ്ങണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ ആത്മാവിന്റെ സാന്നിധ്യം നിന്റെ മക്കൾ അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളും ഒരു ദിവസം ഈ വഴിയായി കടന്നു പോകേണ്ടവരാണെന്നുള്ള അതിലെ ഉത്തമ ബോധ്യം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുവാനും ആ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കപ്പെടുവാനും ദൈവമായ കർത്താവ് ഇടയാക്കുമറങ്ങണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഏൽപ്പിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹമാക്കിക്കാണ്ട് പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ഭവനത്തിലെ ശുശ്രൂഷ ഇവരിനുള്ളിൽ വെച്ചുള്ളതായ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചു. തുടർന്നതായ സമയം ഭൗതിക ശരീരം പുറത്തേക്ക് എടുക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും അല്പസമയം ശാന്തമായി സൈഡിലേക്ക് ഒഴിഞ്ഞു നിൽക്കുകയും ഉത്തരവാദിത്തപ്പെട്ടതായ പ്രിയപ്പെട്ടവർ ഇവിടേക്ക് കടന്നു വന്ന് ഭൗതിക ശരീരം മൊബൈൽ മോർച്ചറിയിലേക്ക് മാറ്റുകയും അതിനുശേഷം അത് വെക്കേണ്ട ഇടത്ത് വെച്ച് തുടർന്നുള്ള ശുശ്രൂഷകൾ വെളിയിൽ വെച്ച് ആരംഭിക്കുന്നതാണ്. എല്ലാവരും ദയവായി ഒന്ന് ഒഴിഞ്ഞു കൊടുക്കും. മൂന്നാമനായി ജനിച്ചു. ബാല്യവും വിദ്യാഭ്യാസവും ഒക്കെ തെന്മലയിലായിരുന്നു. തെന്മല മലയാളം പ്ലാന്റേഷനിൽ താൻ ജോലി നോക്കുകയും ആ കാലഘട്ടത്തിൽ 1980 ബഹുമാന്യനായ CK വർഗീസ് TK ശോശാമ ദമ്പതികളുടെ 4ാമത്തെ മകളായ മോളി വർഗീസിനെ വിവാഹം കഴിച്ചു. അവരുടെ കുടുംബജീവിതത്തിൽ ദൈവം അവർക്ക് 3 മക്കളെ നൽകുവാനിടയായി. സോണി തങ്കച്ചൻ, റോണി തങ്കച്ചൻ, ഹണി തങ്കച്ചൻ. ഈ തലമുറകളോട് ചേർന്ന് ജീവിതയാത്ര നയിക്കുകയും ചില കാലങ്ങൾ താൻ വിദേശത്ത് ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കാനിടയായി. അവിടെ നിന്ന് നാട്ടിൽ മടങ്ങി വന്ന് 1996 ഈ അലിമുക്ക് പ്രദേശത്തേക്ക് വന്ന് പാർക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഇവിടെ വന്ന് അതേ കാലയളവിൽ തന്നെ വിശ്വാസ അനുഭവത്തിലേക്ക്, ആത്മീയ സത്യങ്ങളിലേക്ക് താൻ നയിക്കപ്പെടുവാനിടയായി.
കഴിഞ്ഞ 21ഓളം വർഷം അലിമുക്ക് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസിയായി മാന്യതയും മാതൃകയും പുലർത്തിയ ഒരു ഉത്തമ വിശ്വാസിയായി തന്റെ ജീവിതയാത്ര നയിപ്പാനിടയായി. വളരെ ക്ലേശകരമായ അനുഭവങ്ങളിലൂടെ, പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ ഒക്കെ പ്രിയ തങ്കച്ചായൻ കടന്നുപോയി. എന്നാൽ അതിന്റെയൊക്കെ നടുവില് കർത്താവിനെ സ്നേഹിക്കുന്നതിനും ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിനുമൊക്കെ വളരെ ആത്മാർത്ഥമായ ജീവിത അനുഭവങ്ങൾ പുലർത്തിക്കൊണ്ടിരുന്ന മാന്യനായ ഒരു വ്യക്തിയായിരുന്നു പ്രിയ തങ്കച്ചായൻ. തനിക്ക് ലഭിച്ച ഭൗതിക നന്മകളിൽ വളരെ അനുഗ്രഹീതമായ ഒരു ഭാഗം, മാന്യമായ ഒരു ഭാഗം ദൈവനാമത്തിന് വേണ്ടി ചിലവിടുവാനും ദൈവസഭയുടെ ചെറുതോ വലുതോ ആയ ഏത് കാര്യങ്ങൾക്കും, ദൈവജനത്തിന്റെ ഏത് വിഷയങ്ങൾക്കും തന്റെ ശാരീരിക ബലഹീനത ഉള്ളപ്പോൾ തന്നെ മുൻനിരയിൽ നിന്നുകൊണ്ട് അധ്വാനിപ്പാനും പ്രയോജനപ്പെടുവാനും ഒക്കെ ദൈവം തന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് താൻ ശരീരത്തിൽ ബലഹീനനാണ്, ക്ഷീണിതനാണ്. അപ്പോൾ തന്നെ ഏതാണ്ട് 2 മാസത്തിന് മുമ്പ് തന്റെ മൂത്ത സഹോദരൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായി. ആ സമയം ഞങ്ങൾ ഒരുമിച്ച് അഞ്ചലുള്ളതായ മോർച്ചറിയിലേക്ക് കടന്നു പോവുകയും ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചപ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ സഹോദരങ്ങൾ എല്ലാവരും ഇവിടുന്ന് മാറ്റപ്പെടുവാനിടയായി, ഇനി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ആ ദിവസങ്ങളിൽ തന്നെ ഭാരപ്പെടുത്തിയിരുന്ന ഒരു വലിയ ചിന്തയായിരുന്നു അത്. അപ്പോൾ തന്നെ ശരീരത്തിലെ ബലഹീനതയും മറ്റ് സാഹചര്യങ്ങളും ഒക്കെ നിമിത്തം താൻ ഭാരപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രത്യാശയുള്ളവനായി ഒരു ആത്മീയ കുടിവരവ് പോലും മുടക്കാതെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന, പ്രത്യാശയോടെ ദൈവസന്നിധിയിലായിരുന്ന നല്ല അനുഭവങ്ങൾ പ്രിയ തങ്കച്ചായനെ കുറിച്ച് ദൈവസഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ വളരെ അഭിമാനത്തോടെ